ക്രിസ്ത്യാനി ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം, ന്യായവിധി, മരണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ മരണം എന്ന് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കിടക്കുന്ന ഒരു സംഭവം എന്നാന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, മരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന അവസ്ഥയ്ക്ക് നമ്മൾ സാധാരണയായി വിളിക്കുന്ന പേരാണ് എന്ത്? മരണം. എന്നാൽ സഭ അതിന് വിളിക്കുന്ന പേരെന്താണെന്നറിയോ? നമ്മൾ പറയാറുണ്ട് മരിച്ചവരുടെ ഓർമ്മ ദിവസം, അല്ലേ? സഭ എന്താ പറയുന്നത്? വാങ്ങിപ്പോയവരുടെ ഓർമ്മ ദിവസം. പ്രിയമുള്ളവരെ, സഭ ഒരു ശരീരത്തിൽ നിന്ന് വേർപെട്ട ആളെ മരിച്ചു എന്ന് പറയാറില്ല. പിന്നെ എന്താ പറയുന്നത്? വാങ്ങിപ്പോവുക. എന്താ ഈ വാങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ? വാങ്ങി വെക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ഈ വാങ്ങി വെക്കുക എന്ന് പറഞ്ഞാൽ? മീൻകറി ഉണ്ടാക്കിയിട്ട് തീക്കകത്തിരിക്കുകയായിരുന്നു. അതുണ്ടാക്കിയിട്ട് പ്രിയമുള്ളവരെ അടുത്ത അടുപ്പയിലേക്ക്, തീയില്ലാത്തൊരു അടുപ്പിലേക്ക് പ്രത്യേകം എടുത്തു വെക്കുന്നതിന് പറയുന്ന പേരാണ് വാങ്ങി വെക്കുക എന്ന്. അപ്പോൾ എന്താ ഈ വാങ്ങി വെപ്പെന്ന് പറഞ്ഞാൽ? തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രോസസ്സെല്ലാം കഴിഞ്ഞു, ഇനി എന്തു ചെയ്യാണ്? കുറച്ചു നേരം എരിവും പുളിയും പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വിശ്രമത്തിൻ്റെ സമയമാണ് മീൻകറിക്ക്. അത് കഴിഞ്ഞാലാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രത്യേക വിശ്രമത്തിൻ്റെ സമയമാണ് ഈ വാങ്ങി വെക്കുക എന്ന് പറയുന്ന പോലെ. വാങ്ങിപ്പോവുക എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ദൈവം അയച്ച ഒരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ ജീവിച്ച് കടന്നുപോയ ശേഷം അവൻ മാറി വിശ്രമിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടി? അവന് ലഭിക്കാനിരിക്കുന്ന ന്യായവിധിയും അതുപോലെ സ്വർഗമോ നരകമോ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിൻ്റെ നാളാണ് സത്യത്തിൽ ഈ വാങ്ങിപ്പോവുക എന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, മരണമെന്ന് പറഞ്ഞാൽ എന്താണ്? ആധ്യാത്മിക ജീവിതത്തിൽ മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലായിരിക്കണം. എപ്പോഴും ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങൾ. ഒരു കാര്യം മരണമാണ്. അത് സത്യത്തിൽ വാങ്ങിപ്പിനെ കുറിച്ചാണ് സത്യത്തിൽ പറയുന്നത്. എന്നാൽ ആ മരണത്തിൻ്റെ മറ്റൊരു മുഖമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും ജീവനുള്ളവരായി തീർന്നു. ദൈവം ജീവൻ്റെ ശ്വാസം മനുഷ്യൻ്റെ മേൽ ഊതി. അപ്പോൾ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ്, ദൈവകൃപ കൊണ്ട് നിറഞ്ഞ് ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ജീവിച്ചു. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു. അങ്ങനെയല്ല പറയുന്നത്? പാപം ചെയ്തു, അവൻ മരിച്ചു. അങ്ങനെയാണ് ദൈവം പറഞ്ഞത്, ഞാൻ പറയുന്ന വചനമനുസരിക്കാതെ ഈ മരത്തിൻ്റെ ഫലം പറിച്ച് തിന്നാൽ നിങ്ങൾ മരിക്കും. അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. ആദാമും ഹവ്വയും ഈ ഫലം പറിച്ച് തിന്നു, പാപം ചെയ്തു. നമ്മുടെ അർത്ഥത്തിൽ ആദാമും ഹവ്വയും മരിച്ചോ? ആദാമും ഹവ്വയും മരിക്കുകയായിരുന്നെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിച്ചേനെ? ആദാമിൻ്റെയും ഹവ്വയുടെയും ശരീരത്തിലൂടെ എന്ത് ചെയ്തേനെ? വെള്ളം ഒഴുകിയേനെ. അല്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ടോ ബൈബിളിൽ? ഇല്ല. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ 48 മണിക്കൂറിനുള്ളിൽ ഫ്രീസറൊന്നും അന്നത്തെ കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ശവടക്ക് നടത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ 2-ാമത്തെ ദിവസം കർത്താവ് വന്നപ്പം ആദാമേ എന്ന് വിളിച്ചപ്പോൾ ആദാം ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ഇടയാകുമായിരുന്നോ? ഉദാഹരണത്തിന്, നമ്മുടെ അമ്മച്ചി മരിച്ചു കിടക്കുകയാണ്. നമ്മൾ അമ്മച്ചി എന്ന് വിളിക്കുമ്പോൾ ഞാൻ മരിച്ചു കിടക്കുകയാണെന്ന് ഇന്നേ വരെ ഏതെങ്കിലും അമ്മച്ചി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ മരണം നടന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ സാധാരണ ഈ പാപമരണം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് വർത്തമാനം പറയാൻ പറ്റാഴിയില്ല, സാധാരണ പോലെ തന്നെ ഇരിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, നാളെ ഒരു മാരക പാപം ചെയ്തു, നിങ്ങളിങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ എവിടെയാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത്? മാറ്റം ഉണ്ടായിരിക്കുന്ന മേഖല ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞിട്ടുണ്ടാവും. അതേ ഉള്ളൂ. ഒരു പാപത്തിൻ്റെ ദുരന്ത ഫലം എന്ന് പറയുന്നത് മരണമാണ്. പാപത്തിൻ്റെ വേതനം, പാപത്തിൻ്റെ ശമ്പളം എന്താ? മരണം.
അപ്പോൾ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധം അങ്ങ് അറ്റുപോകും. അതാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലെയൊക്കെ ഈ പാപം കുമ്പസാരിക്കുന്നത് വരെ നമ്മൾ ഏതവസ്ഥയിലായിരുന്നു? മരിച്ചവരായിരുന്നു. കണ്ടോ? ഇപ്പോൾ പ്രൈസലോടും ഹാലേലൂയയൊക്കെ പറഞ്ഞൊരു ദൈവബന്ധം ഉണ്ടായി. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നിങ്ങൾ കണ്ടു തുടങ്ങി. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യം, കുർബാനയിൽ പങ്കെടുക്കാൻ താല്പര്യം, കുർബാന ചൊല്ലിക്കുന്നതിനെ സംബന്ധിച്ച് ഇന്നലെ ചൊല്ലിച്ചവർ ഇന്ന് ചൊല്ലിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലർ ചോദിക്കുകയാണ്. ഇന്നലെ ചൊല്ലിച്ചതാണ്, ഇനിയും ചൊല്ലിക്കണോ? മറ്റേത് പള്ളിയിലൊക്കെ അച്ഛൻ അനൗൺസ് ചെയ്യും, നിങ്ങൾ എല്ലാവരുടെയും പേര് കൊടുക്കണമെന്ന് പറയുമ്പോൾ കേൾക്കാത്ത മട്ടിൽ നമ്മളങ്ങ് പോകും. ഇപ്പം നമുക്ക് സംശയം, ഇത് കൊടുക്കണോ, ഇനി വീണ്ടും കൊടുക്കണോ? അങ്ങനെയുള്ള പല പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. ദൈവവുമായി ബന്ധപ്പെടുത്തി ഒരു കുമ്പസാരം നടത്തിയവർ ഇനി ഒന്നുകൂടെ കുമ്പസാരിച്ചാലോ? ഈ കുമ്പസാരത്തിൻ്റെ വാലിഡിറ്റി എത്ര കാലമുണ്ട്? ഇനി എന്നാണ് ഇവിടെ ധ്യാനം നടക്കുന്നത്? വീട്ടിലുള്ളവരെ ധ്യാനത്തിന് കൊണ്ടുവരണം തുടങ്ങിയ മറ്റ് ചിന്തകളിലേക്ക് നമ്മൾ കടന്നു. എന്തിൻ്റെ ലക്ഷണമാണ്? ജീവനുണ്ടായതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിയും. മുറിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് പ്രിയമുള്ളവരെ? ആ വ്യക്തിയിൽ മരണം ഗ്രസിച്ചു. ദൈവിക ജീവൻ പ്രവർത്തിക്കുകയില്ല. ദൈവിക ജീവൻ പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെ ധ്യാനങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും. പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ പലതുണ്ട്. അതിൽ പ്രിയമുള്ളവർ, ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ദുരന്ത ഫലങ്ങൾ ഏദൻ തോട്ടത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ആദാമിനെയും ഹവ്വായും ഏദൻ തോട്ടത്തിൽ കണ്ടിട്ട് ദൈവം പറഞ്ഞു, ആദമേ എവിടെയാ? ഞങ്ങൾ ഒളിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് ഒളിച്ചിരിക്കുന്നത്? ഞങ്ങൾ നഗ്നരാ. അപ്പോൾ പാപമരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ പ്രകട ലക്ഷണം അവർ നഗ്നരാണെന്ന് അവർക്ക് തോന്നും. എന്താ ഈ നഗ്നത എന്ന് പറഞ്ഞാൽ? വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ വാക്കിലങ്ങ് പറയാം. നഗ്നത എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം ചെയ്ത് ദൈവബന്ധം നഷ്ടപ്പെട്ട മരിച്ച ഒരു വ്യക്തിയുടെ ലക്ഷണമാണ് അയാൾക്ക് നഗ്നത അനുഭവപ്പെടും. എന്താ നഗ്നത? ഒന്നും കൊടുക്കാത്ത അവസ്ഥയാണ് അല്ല. പ്രിയമുള്ളവരെ, മറച്ചു വെക്കാൻ എന്തോ ഉള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നഗ്നത. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു 2 വയസ്സുള്ള കൊച്ചിനെ ഉടുപ്പൊക്കെ ഊരിച്ചേച്ച് ആ പള്ളിയുടെ പുറകിൽ കൊണ്ടുപോയി ഉടുപ്പെല്ലാം ഊരിച്ചേച്ച് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് നിർത്തണം. ആ കൊച്ച്, പ്രിയമുള്ളവർ, ഉടുപ്പ് ഊരിക്കഴിഞ്ഞാൽ ആദ്യം ഓടുന്ന എങ്ങോട്ടാണെന്നറിയോ? ഈ സ്റ്റേജിലോട്ട് ഓടി വരും. എന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. കൊച്ചുപിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഒന്നും ഉടുക്കാതെ ആളുകളുടെ മുമ്പിൽ കിടന്ന് ചാടുന്നത്. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കൊച്ചുപിള്ളേരെ ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനേക്കാൾ സന്തോഷമാണ് ഡ്രസ്സെല്ലാം ഊരിച്ചേച്ച് ആളുകളുടെ ഇടയിലോട്ട് ഇറക്കി വിടുകയാണെങ്കിൽ. എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ സന്തോഷം വരുന്നത്? പ്രിയമുള്ളവരെ, നമ്മളെക്കൊണ്ട് സാധിക്കും അത്? ഇല്ല. മറച്ചു വെക്കാൻ ഒന്നുമില്ല, അതുകൊണ്ട്. അപ്പം മറച്ചു വെക്കാൻ എന്തോ ഉള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നഗ്നത. ഇത് ശരീരത്തെ സംബന്ധിച്ചല്ല പറയുന്നത്, ആത്മാവിനെ സംബന്ധിച്ച്, മനസ്സിനെ സംബന്ധിച്ച്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്ന ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ ലക്ഷണം, അവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും ഒരു തുറവി ഉണ്ടാവില്ല. ഒത്തിരി കാര്യങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ അവർക്ക് മറച്ചു വെക്കാൻ ഉണ്ടായിരിക്കും. ഇതാണ് ലക്ഷണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ലക്ഷണമുണ്ട്. അപ്പം മറച്ചു വെക്കാൻ എന്തോ ഉള്ള ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്, പ്രിയമുള്ളവരെ, നഗ്നത. ഇനി അടുത്ത ലക്ഷണം എന്താണ്? ആദാമിനോടും ഹവ്വായോടും കർത്താവ് പറഞ്ഞ്, നിങ്ങൾ ഇങ്ങനെ പാപം ചെയ്തതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്താണെന്നറിയാമോ? നിങ്ങളിപ്പോൾ 3 പേരാണ് ഉള്ളത്. ആദാമ, ഹവ്വായ, പിശാച്. പിശാചിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ഇനി മണ്ണിലൂടെ എഴഞ്ഞു നടക്കും. അതാണ് രണ്ടാമത്തെ അടുത്ത പ്രത്യേകത. ഒന്ന്, നിങ്ങൾക്ക് എല്ലാ കാര്യവും മറച്ചു വെക്കേണ്ടി വരും, തുറന്നു പറയാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ പോയി അങ്ങോട്ട് നിൽക്കാൻ പറ്റുന്നില്ല. നിന്നാൽ തന്നെ എല്ലാം തുറന്നു വെക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ദൈവ സാന്നിധ്യം ദുസ്സഹമായിട്ട് അനുഭവപ്പെടും. പള്ളി വന്നിരുന്ന ഉറക്കം വരും. ഇപ്പം എല്ലാവർക്കും ഉറക്കം വരുന്ന അതുകൊണ്ടായിരിക്കണമെന്നില്ല. ചിലർ ഇനിയിപ്പോൾ എന്നാ പറ്റും ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും അടുത്തിരിക്കുന്ന ആൻറ്റി ഉറങ്ങുമ്പോഴത്തേനും പാപമൊന്നും പോയിട്ടില്ലല്ലേ എന്ന് ചിന്തിക്കരുത്. ചിലർക്ക് ഷുഗറിൻ്റെ പ്രശ്നം കൊണ്ടുമൊക്കെ ഇങ്ങനെ വരാം, ഇങ്ങനെയൊക്കെ വരാം.
എന്നാലും പ്രിയമുള്ളവരെ, മൊത്തത്തിൽ ദൈവസാന്നിധ്യം ചിലർക്ക് വളരെ ദുസ്സഹമായിട്ട് അനുഭവപ്പെടും. ദൈവസാന്നിധ്യം ദുസ്സഹമായിട്ട് അനുഭവപ്പെടും. എപ്പോൾ? പ്രിയമുള്ളവരെ, പാപം ഉള്ളിക്കിടക്കുമ്പോൾ. അങ്ങനെയുള്ളവർക്ക് ആ നഗ്നത മാറ്റാൻ വേണ്ടിയുള്ള പ്രത്യേക ഒരു കൂദാശയായിരുന്നു കുമ്പസാരം എന്ന കൂദാശ. നിങ്ങൾ ആ കൂദാശ വഴി എന്ത് ചെയ്തു? നിങ്ങളുടെ മനസ്സിൽ ആരും കേൾക്കാതെ അറിയാതെ മറച്ചു വച്ചിരുന്ന രഹസ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു? തുറന്നു വെച്ച്. അപ്പോൾ നിങ്ങളുടെ നഗ്നത അങ്ങ് മാറി. പാപത്തിൻ്റെ ഒരു ദുരന്തഫലം നീങ്ങി. അതിൻ്റേതായ ഒരു സുഖം നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. മനസ്സ് തുറന്ന് കുമ്പസാരിച്ചപ്പോൾ ഉണ്ടായ പ്രത്യേക ഒരു സമാധാനം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. സാത്താനോട് പറഞ്ഞു, മണ്ണിലൂടെ നീ എഴഞ്ഞു നടക്കും. മണ്ണിലൂടെ എഴഞ്ഞു നടക്കും. അതെന്താ പ്രശ്നം? എന്താ ഈ മണ്ണിലൂടെ എഴഞ്ഞു നടക്കുന്നത്? നമുക്ക് എന്നാ പ്രശ്നം? പാമ്പിനോട് പറയുകയാണ്, മണ്ണിക്കൂടെ നീ എഴഞ്ഞു നടക്കും. മണ്ണിക്കൂടെ പാമ്പ് എഴഞ്ഞു നടക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഒരു പ്രശ്നവുമില്ല. അതിലവിടെ പൊക്കോളും. പക്ഷേ സാത്താനോട് പറഞ്ഞത് എന്നാണെന്നറിയോ? നീ മണ്ണിക്കൂടി എഴഞ്ഞു നടക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമ്മളോട് മണ്ണെന്ന് പറഞ്ഞാൽ ആധ്യാത്മിക മേഖലയിൽ എന്താ അർത്ഥം എന്നറിയോ? അച്ഛൻ്റെ അവസാനത്തെ ഒരു പ്രാർത്ഥനയുണ്ട് നമുക്ക് വേണ്ടി. എന്താണ്? നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും എന്ന ദൈവഹിതം ഇതാ നിറവേറിയിരിക്കുന്നു. അപ്പോൾ നീ മണ്ണാണ്. പിശാചിനോട് പറയുകയാണ്, മണ്ണേക്കൂടെ എഴഞ്ഞു നടക്കാൻ നിനക്ക് അധികാരം. അപ്പോൾ പാപം ചെയ്ത് ദൈവബന്ധം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയറി ഇടപെടാനും അതിൽ ആവാസം ചെയ്യാനും അതിൽ പ്രവർത്തിക്കാനുമുള്ള ഒരവകാശം പിശാചിനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെല്ലാം പുണ്യപ്രവൃത്തി ചെയ്താലും പാപം ഉപേക്ഷിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിലൂടെ പിശാചിൻ്റെ ഭരണം ഒരിക്കലും അവസാനിക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ ദശാംശം കൊടുക്കുന്ന ആളായിരിക്കാം, പുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ അവസാനിക്കത്തില്ല. പാപത്തിൻ്റെ ദുരന്തഫലം അവസാനിക്കണമെങ്കിൽ ഏത് പാപമാണോ നിങ്ങൾ ചെയ്യുന്നത്, ആ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് പാപം യേശുവിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്ത് നിങ്ങൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നിങ്ങളുടെ നഗ്നത, ഒളിച്ചു വച്ചിരിക്കുന്ന അവസ്ഥ മാറി നിങ്ങൾ എന്ത് ചെയ്യണം? സ്വതന്ത്രരാകണം. അപ്പോഴാണ് ആ ബന്ധനം നിങ്ങളെ വിട്ടുപോകുന്നത്. ആ പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകത്തുള്ളൂ. ഇതാണ് പാപമരണം സംഭവിച്ചിരിക്കുന്ന വ്യക്തിയുടെ അടുത്ത ലക്ഷണം. വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങുകയില്ല, വ്യക്തി ജീവിതത്തിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോകത്തില്ല. അതാണ് അടുത്ത ലക്ഷണം. ഇനി പിശാച് കയറി കഴിഞ്ഞാൽ എന്നൊക്കെ സംഭവിക്കുന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അവൻ്റെ എല്ലാ പ്രവൃത്തിയും അവനെന്ത് ചെയ്തുകൊണ്ടിരിക്കും. വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, അഹങ്കാരം, സ്വാർത്ഥത, മ്ലേച്ഛത, അശുദ്ധി, പിന്നെ ഭിന്നത, കലഹം. പിന്നെ നമ്മളവിടെ ഇരിക്കുന്നാൽ മതി, ബാക്കിയുള്ളവരുടെ ജീവിതത്തിലോട്ടുകൂടി ഈ പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു ഭാര്യ, പിശാച് ബാധിച്ച ഒരു ഭാര്യ ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ മതി, ഒരു പെണ്ണിനെ കെട്ടിയും കൊണ്ട് ചെന്നാൽ മതി, അവൾ അവിടെ ഇരുന്നാൽ മതി ആ കുടുംബം കുളം തോണ്ടാനായിട്ട്. നല്ല കൂട്ടുകുടുംബമായിട്ട് സ്നേഹത്തിലും സന്തോഷത്തിലും പോയതാണ്. ഒറ്റ പെണ്ണം കൂട്ടി ചെന്നാൽ മതി, ആ കുടുംബത്തിൻ്റെ അസ്ഥിമാരം വരെ വേണേൽ ഇളക്കി വിടാനായിട്ട് ഈ ഒരൊറ്റ പെണ്ണ് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ 4 ആൺപിള്ളേരുണ്ട്. ഒരുത്തൻ ദൈവകൽപ്പന വേണ്ട രീതിയിൽ പാലിക്കാത്ത പിശാച് ബാധനാണെന്ന് വിചാരിച്ചു. ആ ഒരുത്തൻ വിചാരിച്ചാൽ മതി, നിങ്ങളുടെ എല്ലാവരുടെയും മക്കളുടെയും മക്കളുടെ മക്കളുടെയും അവരുടെ മക്കളുടെയും മുഴുവൻ സമാധാനവും കെടുത്താൻ ഈ ഒരു വ്യക്തി വിചാരിച്ചാൽ മതി. കണ്ടോ പാപത്തിൻ്റെ പ്രശ്നം? കണ്ടോ? ഇനി അവൻ മണ്ണിക്കൂടെ എഴഞ്ഞു നടക്കും നമ്മളെ തീർക്കുന്നത് വരെ. അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ദൈവം സ്ത്രീയെ നോക്കി പറഞ്ഞു, നീ ഇത് ചെയ്തതുകൊണ്ട് ഇതാ നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. മരണത്തിൻ്റെ അടുത്ത ലക്ഷണം, പാപമരണം സംഭവിച്ച അടുത്ത ലക്ഷണം, മക്കളെ ഓർത്ത് മക്കളെ കൊണ്ട് കണ്ടമാനം വേദനിക്കേണ്ടി വരും നീ. അതാണ് ലക്ഷണം. പിടി കിട്ടിയോ? മക്കളെ കൊണ്ട് ഒത്തിരി വേദനിക്കേണ്ടി വരും. പുരുഷനെ നോക്കിയിട്ട് എന്നാ പറഞ്ഞത്? നീ വേർപ്പോടെ അപ്പം ഭക്ഷിക്കും എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? ഇന്നലെ വരെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നീ ചെറിയ അധ്വാനം ചെയ്താൽ മതി,
വലിയ റിസൾട്ട് ഉണ്ടാകും. നീ അത്യാവശ്യം പരീക്ഷയ്ക്കൊക്കെ പഠിച്ചാൽ മതി, പക്ഷേ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നല്ല മാർക്ക്. നീ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നു, എങ്ങനെയെന്നറിയത്തില്ല, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഉന്നത സ്ഥാനത്തേക്ക് പോകുന്നു. നീ ഒരു യാത്ര ചെയ്യുന്നു, ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണ വലിയ കുഴപ്പങ്ങളില്ലാതെ അത് പോകുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ നിന്നെ ഇങ്ങനെ അപകടങ്ങളിലൂടെ പരിപാലിച്ച് 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 ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതാണ് കൃപയുണ്ട്. കൃപ അങ്ങോട്ട് പോയാലോ സ്വാഭാവികമായ എല്ലാ റിസ്ക്കും നിനക്കുണ്ടാകാൻ തുടങ്ങും. ദൈവമായിട്ടൊന്നും ചെയ്യത്തില്ല, പക്ഷേ സ്വാഭാവിക റിസ്ക് ഉണ്ട്. നമുക്കറിയാം, ഒരു ഇരുമ്പ് പേടകമാണ് ഒരു വണ്ടി. ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒന്നോ രണ്ടോ കമ്പിയിൽ കൊളുത്തി നിൽക്കുന്ന സംഭവമാണ്. നമ്മൾ പ്രിയമുള്ളവർ ഈ വണ്ടി അങ്ങോട്ട് പോയി ചവിട്ടിയപ്പോൾ ബ്രേക്ക് കിട്ടിയില്ല, കുഴപ്പമൊന്നുമില്ല, അടുത്തിരിക്കുന്ന കൊണ്ട് ഒരു ഇടി ഇടിച്ച്, ഇതാ പ്രത്യേകിച്ച് പരിക്കൊന്നും ഏറ്റില്ല, ഗ്ലാസും പൊട്ടി, വണ്ടിയുടെ ഇത് ചളുങ്ങുകയും ചെയ്തു. നമ്മൾ വർക്ക്ഷോപ്പിൽ അവർ വിളിച്ച് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. തിരിച്ചു വന്നപ്പം ഒരു 60,000 രൂപ, ആകെപ്പാടെ 25,000 രൂപ ശമ്പളമുള്ളൂ. 60,000 രൂപ ആ മാസം അങ്ങ് പോയി. ഒരു 25,000 രൂപ കടവായി. അത് പിന്നെ നമ്മൾ പലിശക്കെടുത്ത് റെഡിയാക്കിയൊക്കെ ഒരു സ്ഥലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൊച്ചെന്ത് ചെയ്ത് ആ സൈഡിലും കണ്ട് നിൽക്കുകയായിരുന്നു. കൊച്ചിന് 4 തന്നെ താഴെ വീഴുക എന്ന് പറയുന്നത് സ്വാഭാവിക സംഭവമാണ്, ഒന്നും പറ്റേണ്ടതല്ല. പക്ഷേ എന്താണ്, അബദ്ധത്തിന് പറ്റിപ്പോയി, തലയിടിച്ചു. ആര് പറഞ്ഞ ഒരു ചെറിയ സ്കാനിങ് എടുക്കുന്നത് നല്ലതാണ്, വല്ലതും ക്ലോട്ട് ചെയ്തിട്ടുണ്ടോയെന്നറിയാം. ഒരു 10,000 രൂപ ആ വഴിക്ക് അങ്ങ് പോയി. ആ 60,000 രൂപയുടെ കട ഇപ്പോൾ 70,000 ആയല്ലോ. അവസാനം പ്രിയമുള്ളവർ, ഇതെല്ലാം കൂടെ തീർക്കാമെന്ന് ഓർത്ത് നമ്മളെന്ത് ചെയ്ത്, സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് അഡ്വാൻസ് മേടിച്ച്, അഡ്വാൻസ് മേടിച്ച് ഇന്ന് മേടിക്കാം നാളെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ അവർ മേടിക്കുന്നില്ല. അപ്പോഴാണ് വേറെ ആളുകൾ സ്ഥലം മേടിക്കാൻ വന്നു. ഇതാ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇവരൊട്ട് മേടിക്കത്തുമില്ല, വേറെ ആൾക്ക് കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് സ്ഥലത്തിൻ്റെ വില അങ്ങ് ടപ്പയും താഴോട്ട് പോയി. അതോടുകൂടി അവരെന്ത് ചെയ്ത്, സ്ഥലം വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങ് പോയി. നമ്മുടെ 60,000 അടയ്ക്കാൻ വേണ്ടി സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് അതും നടന്നില്ല. മൊത്തത്തിൽ പ്രശ്നമായി കഴിയുമ്പോഴത്തേനും നമ്മൾ തല കൈവക്കുക, എൻ്റെ ദൈവം ഇത് എന്നെ ഇടപാടായത്. അപ്പോൾ തമ്പുരാൻ പറയും, മോനെ ഞാനില്ലാതെ ജീവിക്കാൻ നോക്കിയാൽ ഒത്തിരി വേർക്കേണ്ടി വരും. ചെന്നേരം ഓർക്കും, എന്നാൽ പിന്നെ ഇതെല്ലാം കൂടെ കഴിച്ചും ഭാര്യ IELTS പരീക്ഷ എഴുതിപ്പിച്ചിട്ട് UK പോയേക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ UK ചെന്ന് കഴിഞ്ഞപ്പോഴാണ് UK നിയമം മാറി. അതോടുകൂടി ഭാര്യയും ഭർത്താവും ഇവിടെ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ ഇറച്ചിക്കടയിലും പ്ലാസ്റ്റിക് കൂട് വിൽക്കുന്നിടത്തുമൊക്കെ പതിയെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. എത്രയോ മനുഷ്യരാണ് ഇങ്ങനെ കിടന്ന് വേട്ടയാടപ്പെടുന്നത്. എന്താ ഇത് സംഭവം? പ്രിയമുള്ളവരെ, പാപമരണത്തിൽ കിടക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. കണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ ദുരന്തഫലങ്ങളെല്ലാം വേട്ടയാടി 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 അവസാനം സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരു മനുഷ്യനായി. അപ്പോഴായിരിക്കും ചില ഇച്ചിരി മദ്യപാനം നടത്തിയേക്കാന്ന് തോന്നും. അപ്പോൾ കള്ളുകുടിയും കൂടെ തുടങ്ങി കഴിയുമ്പോഴത്തേനും ഓരോ പാർട്സായിട്ട് പോകാൻ തുടങ്ങും. അതോടുകൂടി ഭാര്യ എന്ത് ചെയ്യും, നമ്മൾ ഈ ദേഷ്യം മുഴുവൻ ഭാര്യയോട് തീർക്കും, ഭാര്യ എടുത്തിട്ടിരിക്കും. അതോടുകൂടി ഭാര്യ ഫോൺ വിളിക്കും, പോലീസ് വരും. അങ്ങനെ നമ്മളെ നേരെ അവിടെ നിന്ന് എന്ത് ചെയ്യും, അവിടെ നിന്ന് വിസ ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് കയറ്റി വിടും. അങ്ങനെ ഭർത്താവ് ഇവിടെയും ഭാര്യ അവിടെയും. എത്ര പേര് ജീവിക്കുന്നുണ്ട് അങ്ങനെ? ഭർത്താവ് ഇവിടെ ജീവിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ കണ്ട്, വിദേശത്ത് കിടന്ന് കള്ളും കുടിച്ച് ഭാര്യക്കിട്ട് തല്ലിയതാണ്. ഭാര്യ ഫോൺ ചെയ്ത് പോലീസ് വന്നു. ഇപ്പോൾ നാട്ടിൽ പ്രിയമുള്ളവരെ, പുള്ളിക്കാരൻ്റെ പരിപാടി എന്ന് പറയുന്നത് ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുക. സമാധാന സന്തോഷമില്ല, ഭാര്യയില്ല, മക്കളില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ പല മനുഷ്യരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് മരണത്തിൻ്റെ ദുരന്തഫലം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, നിങ്ങളെപ്പോഴും ഓർത്തിരിക്കേണ്ട, സഭയിലൂടെ നമ്മളോട് പറയുകയാണ്, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഏത്? മരണം നിങ്ങളെ ഗ്രസിച്ചിട്ടുണ്ടോ? ഇവിടെ കിട്ടിയോ? വാങ്ങിപ്പോവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മരിച്ചാൽ പ്രശ്നമാണ്. അപ്പം മരിക്കാൻ വേണ്ടിയിട്ട് ഇനി നോക്കിയിരിക്കേണ്ട, മരണം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടിനി. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിരുന്നു? സംഭവിച്ച് കഴിഞ്ഞിരുന്നു. സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യം പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? പരീക്ഷാഫലം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക, ഓൾറെഡി ഇന്നലെ വന്നു, റിസൾട്ട് ഓൾറെഡി വന്നു. നമുക്ക് പേടിയാണ്, പരീക്ഷയുടെ ഫലം വരുമ്പോൾ തോറ്റുപോവോ ജയിക്കുമോ, തോറ്റുപോവോ ജയിക്കുമോ. ഓൾറെഡി എന്ത് വന്നു? പരീക്ഷാഫലം വന്നു കഴിഞ്ഞു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു തോറ്റോ ജയിച്ചോ എന്ന്. ഇനി നമ്മളൊന്ന് അറിഞ്ഞാൽ മതി റിസൾട്ട്. ചിലർക്ക് പേടിയാണ് അറിയാൻ. അതുകൊണ്ട് പറയും, മുഴയുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ പേടിയാണ്. ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ പറഞ്ഞാലും ഇല്ലെങ്കിലും ക്യാൻസർ തന്നെ.
അതവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യും. ഇനി ക്യാൻസർ ഇല്ലേ, ടെസ്റ്റ് ചെയ്താലും ഇല്ലേലും ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞതുപോലെ പാപം നിങ്ങളിൽ ഗ്രസിച്ചിട്ടുണ്ടോ, ഓൾറെഡി നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് അതിൻ്റെ എല്ലാ ദുരന്ത ഫലങ്ങളും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത കാര്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് ന്യായവിധി എന്നാണ്. ഇപ്പം മരണം എന്നാന്ന് പിടികിട്ടിയോ? മരണം പിടികിട്ടി. മരണത്തിൻ്റെ ദുരന്തഫലങ്ങൾ മനസ്സിലായോ? മനസ്സിലായി. ഇനി നിങ്ങൾ ചിന്തിക്കുക, എത്ര പേരായിരുന്നു ഇവിടെ ജീവനോടെ വന്നെന്ന് ചോദിച്ചാൽ എത്ര പേരാണ് മരിച്ചിട്ട് ശവമായിട്ട് വന്നത്, എത്ര പേരാണ് ജീവനോടെ വന്നെന്ന് ചോദിച്ചാൽ 99% പേരും മരിച്ച് ഡെഡ് ബോഡി ആയിട്ട് ഇവിടെ വന്നവരാണ്. കാരണം എന്താ? ഈ ദുരന്തങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. ഇത് കേൾക്കേണ്ടി വരുമല്ലോ എന്നോർത്താണ് ഞാൻ മാറി മാറി നടക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ പറയാൻ പോകുന്നത് എനിക്കറിയാം. കാരണം ഒരു മരിച്ച വ്യക്തി എന്തൊക്കെ പറയും? പിള്ളേർ അനുസരിക്കുകയില്ല കേട്ടോ, പിള്ളേർ തെറി പറയുന്നുണ്ട്, പിള്ളേരെക്കുറിച്ചുള്ള വേദന, അത് ഞാൻ 1 മണിക്കൂർ കേട്ടുകൊണ്ടിരുന്നാൽ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് കുറച്ചുകൂടെ ഭാരം കൂടാവുന്നുള്ളതേ ഉള്ളൂ. എന്നൊക്കെ നിങ്ങൾ പറയും? പിള്ളേരൊന്നും ഒരു പറഞ്ഞാൽ അനുസരിക്കത്തില്ല, അവർ പഠിച്ചിട്ട് അങ്ങോട്ട് ഉയരുന്നില്ല, അവർക്ക് പരീക്ഷ എഴുതിയിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല, ഓർമ്മയിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല, പൈസ എത്ര കിട്ടിയാലും തികയുന്നില്ല, 10,000 കിട്ടിയാൽ 25,000 രൂപയുടെ ചിലവ്, പിന്നെ കുടുംബത്തിലാണെങ്കിൽ എന്നും വഴക്ക, ഭാര്യ ഒരു സ്വഭാവം, ഭാര്യ ഞാൻ പറയുന്ന കാര്യം ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല, ഭാഷ ചിഹ്നിക്കപ്പെട്ടിരിക്കുന്നു, എന്നെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഞാൻ ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്, ഭാര്യ പോലും മനസ്സിലാക്കുന്നില്ലല്ലോ, മാതാപിതാക്കന്മാർ മനസ്സിലാക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. എന്താ സംഭവം എന്നറിയോ? ഇത് മരിച്ചതിൻ്റെ ലക്ഷണം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കൗൺസിലറുടെ അടുത്ത് പോയി ചുമ്മാ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും ഒരു മോചനമില്ല. അതിനുള്ള മോചനമാണ് ആ പ്രോസസ്സിലായിരുന്നു നമ്മൾ ഇത്രയും ദിവസം. എന്താണ്? കൽപ്പനകളൊക്കെ കേട്ടു, അത് കുംഭസാരത്തിന് വിധേയമാക്കി. ഒരു പുരോഹിതൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഇതാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. നിങ്ങളെ പാപം ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, യഥാർത്ഥ അനുതാപമാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? പാപങ്ങൾ പശ്ചാത്തപിക്കും, ഇനി ഒരിക്കലും ചെയ്യാനും തീരുമാനിക്കും. പാപത്തിന് എന്ത് പ്രായശ്ചിത്തം ചെയ്യിച്ചാലും പുരോഹിതൻ ചെയ്യിക്കുന്ന പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ ആ പാപത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ഞാൻ ഈ പാപത്തിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചല്ലോ എന്നോർത്ത് 2 തുള്ളി കണ്ണുനീരും വരും. അതിനാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. പാപം ചെയ്തപ്പോൾ ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് കരയുന്നത് പശ്ചാത്താപമല്ല. എൻ്റെ കോഴി ചത്തുപോയല്ലോ എന്നോർത്ത് കരയുന്നത് പശ്ചാത്താപമല്ല. നമ്മുടെ നാട്ടിലൊരു കൺസെപ്റ്റ് ഉണ്ട്, പള്ളിയിൽ നിന്ന് കരഞ്ഞാൽ ഉടനെ നല്ല ഭക്തരായി തീർന്നു എന്ന്. ഞാനും അങ്ങനെ ധരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് ധ്യാനത്തിന് ആദ്യത്തെ ദിവസം തന്നെ ആളുകൾ കരയാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവും. ഞാൻ ചെന്ന് പറയും, നല്ല ഗ്രൂപ്പാണ്, ഒരു കുഴപ്പമില്ല, നല്ല അനുതാപമുള്ള ഗ്രൂപ്പാണ്. പിന്നെ അബദ്ധം മനസ്സിലായത്, പ്രിയമുള്ളവരെ, ഇവർ കരയുന്നത് പാപത്തെക്കുറിച്ചൊന്നും അല്ല. പിന്നെന്താണ്? 25,000 രൂപ കടമുണ്ട്, 10 ലക്ഷം രൂപ കടമുണ്ട്, നാളെ ജപ്തി നടക്കും, ചെറുക്കൻ ചതിച്ചേച്ച് പോയി, വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥനാ വിഷയം എഴുതി തന്നിരിക്കുകയാണ്. ഒരു കുട്ടികളുടെ ധ്യാനത്തിന് പ്രാർത്ഥനാ വിഷയം എഴുതി സമർപ്പിക്കാൻ പറയുകയാണ്. പ്രേമം ഉണ്ട്, പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം വേറൊരാൾ എന്നോട് വന്ന് ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞതാണ്. പുതിയൊരു വണ്ടി മേടിച്ചു, വണ്ടിക്ക് നാളെ നമ്പർ ലേലം വിളിക്കുകയാണ്, തിരുമേനി പ്രാർത്ഥിക്കണം. നല്ല നമ്പർ കിട്ടാൻ ലേലം, മനസ്സിലായില്ലേ? നമ്മുടെ പ്രാർത്ഥനാ വിഷയം ഇതാ. ഇതിനൊക്കെ വേണ്ടിയാണ് കരയുന്നത്. ഇതൊന്നും അനുതാപമൊന്നുമല്ല, ഇത് ഭയങ്കര ആത്മീയ പാപ്പരത്വമാണ്. അനുതാപം എന്ന് പറയുന്നത് എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, ഇത്രയും സ്നേഹിക്കുന്നു എൻ്റെ തമ്പുരാനിൽ നിന്ന് ഞാൻ അകന്നു പോയല്ലോ, ഈ കൃപയൊക്കെ നഷ്ടപ്പെടുത്തിയാണല്ലോ ഇത്രയും കാലം ജീവിച്ചത്, ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നല്ലോ എന്നോർത്ത് ആരെങ്കിലും ദുഃഖിക്കുകയാണെങ്കിൽ ആ ദുഃഖത്തിന് പറയുന്ന പേരാണെന്ത്? അനുതാപം. അപ്പോൾ 99% ഭക്തന്മാരുടെയും കരച്ചിൽ അനുതാപമാണോ? അല്ല, മറിച്ച് എന്താ? അതിങ്ങനെ ദാരിദ്ര്യ കരച്ചിലാണ്. അതല്ല. ആത്മീയ ജീവിതത്തിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അതല്ല വേണ്ടത്. പാപത്തെ ഓർത്ത് കരയണം.